ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. നമ്മൾക്ക് ജലം, വായു, അഗ്നി, പൃഥ്വി ഇങ്ങനെ 5 ഇതിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, അതോടൊപ്പം തന്നെ ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത്, ഇതിന് ചൈതന്യം പകരുന്നത്, അത് ഏതൊന്നാണോ അതിനെയാണ് നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ട് ഗുരു ഇവിടെ അതിനെക്കുറിച്ചുള്ള സൂചനകളാണ് നൽകുന്നത്. അപ്പോൾ തത്വമസി ഉപദേശിക്കുന്ന ഉദ്വാലക മഹർഷി തൻ്റെ മകനോട് ചോദിക്കുന്നുണ്ട്, ഏതൊന്നിനെക്കുറിച്ച് അറിഞ്ഞാലാണോ എല്ലാം അറിയപ്പെട്ടതായിത്തീരുന്നത്? ഏതൊന്നിനെക്കുറിച്ച് കേട്ടാലാണോ എല്ലാം കേട്ടതായിത്തീരുന്നത്? അങ്ങനെയുള്ള ഒരു വിദ്യ, അങ്ങനെ അവിടെ ഉദ്വാലക മഹർഷി ചോദിക്കുന്ന പോലെയാണ് തീർച്ചയായിട്ടും ഈ ഏതൊന്നിനെക്കുറിച്ച്, ഏതൊന്നിൻ്റെ സാന്നിധ്യം കൊണ്ടാണോ ഇവിടെ ഈ പ്രപഞ്ചം ഇങ്ങനെ കാണപ്പെടുന്നത്, അതിനെയാണ് നമ്മൾ അറിയേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ അന്തസത്ത, അതിന് സാക്ഷിയായിരിക്കുന്നത്, അതിനെ പ്രകാശിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഗുരു 77-ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. എന്താണ്? പരമൊരു വിണ്ണ്, പരന്ന ശക്തി കാറ്റ്, അറിവനലൻ, ജലമക്ഷം ഇന്ദ്രിയാർത്ഥം, ധരണി ഇതിങ്ങനെ 5 തത്വമായി നിന്നെരിയും, ഇതിൻ്റെ രഹസ്യം ഏകമാകും. അപ്പോൾ പരമൊരു വിണ്ണ്, ഇവിടെ പരമമായിട്ടുള്ള ആ തത്വം എന്ന് പറയുന്ന ആകാശത്തിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. പരന്ന ശക്തി കാറ്റ്, അതേപോലെ തന്നെ ഇവിടെ പല പല ഭാവരൂപങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശക്തിയാണ് കാറ്റ്. വായു, അറിവ് അനലൻ, അതുപോലെ അഗ്നി എന്ന് പറയുന്നത് അറിവാണ്. ജലമക്ഷം, ഇനി ഇന്ദ്രിയങ്ങൾ ആണ് ജലമായിട്ട് വരുന്നത്. ഇന്ദ്രിയാർത്ഥം ധരണി, പിന്നെ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാണ് ഭൂമി. ഇതിങ്ങനെ ചിത്തും ജഡവുമായിട്ട് ഉള്ള ഈ പ്രപഞ്ചം 5 തത്വമായി, 5 തത്വങ്ങളായിട്ട് നിന്നെരിയും. അതങ്ങനെയാണ് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ രഹസ്യം ഏകമാകും. അങ്ങനെ ഇതിൻ്റെ രഹസ്യം നമ്മൾ അന്വേഷിച്ചു പോകുമ്പോഴോ അത് ഏകമാണ്, അതായത് സത്താണ്, ചൈതന്യമാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന പഞ്ചഭൂതങ്ങളെല്ലാം തന്നെ ശബ്ദ ഗുണകം ആകാശം. അപ്പം ആകാശത്തിലാണ് എല്ലാം നിലനിൽക്കുന്നതെന്നുള്ളതാണ്. മറ്റു ബാക്കിയെല്ലാം നിൽക്കുന്നതിലാണ്. ഇവിടെ അഗ്നി അറിവായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഗുരുവിൻ്റെ ഹോമമന്ത്രം നമ്മൾ നോക്കുമ്പോഴും അതിലും ഈ അഗ്നിയെ നമുക്ക് കാണാം. അഗ്നി ശരിക്കും പറഞ്ഞാൽ ജ്ഞാനമാണ്, വെളിച്ചമാണ്, അറിവാണ്. അപ്പോൾ ഇവിടെ പഞ്ചഭൂതങ്ങൾ ആയിട്ട് നമ്മൾ കാണുമ്പോഴും ഇതിൻ്റെ ഒരു അംശം, അതായത് ചൈതന്യത്തിൻ്റെ ഒരു അംശം മാത്രമാണ് അഗ്നിയായിട്ട് വരുന്നത്. അതേപോലെ ജലം, അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം ഓരോന്നിൻ്റെയും ഗുണങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുമ്പോൾ പൃഥ്വി, അപ്പ്, തേജസ്. അപ്പോൾ ഇവിടെയൊക്കെ ഇതിനെ നമ്മുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളുമായി മനസ്സുമായി ഒക്കെ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതിനെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത് ഒന്ന് മാത്രമാണ്. ആ ഒന്നിനെ അറിയാതെ മറ്റെല്ലാത്തിനെയും കുറിച്ച് അറിഞ്ഞിട്ട് എന്ത് കാര്യം? ഇപ്പം കണ്ണ് നമുക്ക് ഉണ്ട്, കണ്ണെന്ന ഇന്ദ്രിയം പ്രവർത്തിക്കുന്നില്ലെങ്കിലോ, മറ്റുള്ളതിനെ കാണാൻ പറ്റുന്നില്ലെങ്കിലോ, അപ്പോൾ പിന്നെ കണ്ണുകൊണ്ട് പ്രയോജനമില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ നേടുന്ന അറിവ്. ആ അറിവ് ശരിയായ രീതിയിൽ അല്ലെങ്കിലോ തെറ്റായ വഴിക്ക് പോകുമ്പോഴാണ് നമുക്ക് ഉള്ള സമാധാനം നഷ്ടമാകുന്നത്. ഇന്ന് നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ
ആവശ്യമില്ലാത്ത അറിവുകളിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്നു. ആവശ്യം വരുമ്പോഴോ ആ മനസ്സും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കാതെ വരുന്നു. അങ്ങനെ അവിടെ സംഘർഷം, നിരാശ ഒക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയ ഇന്ന് നമ്മൾ തുറന്നു നോക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമില്ലാത്തത്, മനുഷ്യൻ്റെ മനസ്സിനെ കൂടുതൽ സങ്കീർണമാക്കുന്നത്, കലുഷമാക്കുന്നത്, അതെല്ലാം ആവശ്യത്തിലധികം അതിനകത്തുണ്ട്. അപ്പോൾ പലരും ആ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ അതിന് അടിമകളായിട്ട് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ മദ്യവും മയക്കുമരുന്നിൻ്റെ അപ്പുറത്തേക്ക് ഇതിന് അഡിക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളിലേക്ക് പരിമിതികൾ, കാരണം ഈ ഒന്നും ഇപ്പോൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിന് തനതായ സത്തയില്ല, തനതായൊരു ഉണ്മയില്ല. അതുകൊണ്ട് തമിഴിൽ പറയും ചത്തുപോയി, നമ്മൾ മലയാളത്തിൽ ചത്തുപോയി എന്ന് പറയുന്നതിന് അവർ പറയുന്നത് സത്തുപോയി എന്നാണ്. അപ്പോൾ സത്ത്, അതിൻ്റെ സത്തായിരിക്കുന്നത്, ഉണ്മയായിരിക്കുന്നത് പോയി, അതോടെ എല്ലാം തീർന്നു. അപ്പോൾ ഇവിടെയും നമുക്ക് ആ സത്തയെ, നമുക്ക് അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്, അതിന് പ്രചോദകമായിട്ട് നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം എന്ന് ഗുരു സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അറിവിലേക്ക് നമുക്ക് ഉണരുവാൻ സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.